പഞ്ചദേവതമാരിൽ ഒരുവളും, ശ്രീകൃഷ്ണനെ പൂർണ്ണനാക്കുന്നവളും, കംസവധത്തിനായി ഗമിക്കും വേളയിൽ കണ്ണൻ നൽകിയ ഓടക്കുഴലും, അവൻ അവൾക്ക് ഒരു ജന്മം മുഴുവൻ ഓർത്തുവെക്കാൻ അവൻ്റെ പ്രേമത്തിൽ ചാലിച്ച് അവളുടെ ശിരസിൽ അണിയിച്ച അനേകം ഓർമ്മകളും പേറി യമുനാ നദിയുടെ തോഴിയായി കഴിയുന്നവൾ രാധ. ബർസാന ദേശത്തിൻ്റെ മുഖ്യനും യാദവകുല ശ്രേഷ്ഠനുമായ വൃഷഭാനുവിൻ്റെയും യാദവകന്യകയായ കീർത്തിയുടെയും മകളായി ഭാദ്രമാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമിയിൽ ജന്മം കൊണ്ടു കണ്ണൻ്റെ സ്വന്തം രാധ. അതിസുന്ദരിയായിരുന്നു കുഞ്ഞു രാധ. 1000 സൂര്യന്മാർ ഒരുമിച്ച് പ്രകാശിക്കുന്നത് പോലെ തേജസ്സോടുകൂടിയവളായിരുന്നു അവൾ. എന്നാൽ രാധാദേവി ജനിച്ച് കുറച്ചു കാലത്തേക്ക് മൂകയായിരുന്നു. അങ്ങനെ കഴിയും കാലം നന്ദഗോപരുടെ ഭാര്യ യശോദയ്ക്ക് ഉണ്ണി പിറന്നു എന്നും ആ കുഞ്ഞിനെ കാണാൻ ഏവരും എത്തി. അപ്പോൾ ഗോകുലത്തിൽ ചെന്നപ്പോൾ കണ്ണനെ കണ്ട മാത്രയിൽ രാധ ആദ്യമായി സംസാരിച്ചു. ഇരുവരും ശൈശവകാലം പിന്നിട്ടു. കൗമാരക്കാരായി കഴിയും കാലം കണ്ണൻ്റെ പ്രിയതമയായിരുന്നു രാധയും വിരജയും. എന്നാൽ കൃഷ്ണന് കുറച്ചുകൂടി പ്രിയം രാധയോടായിരുന്നു. അങ്ങനെയിരിക്കെ കണ്ണൻ വിരജയും മറ്റു ഗോപികമാരോടും ചേർന്ന് വൃന്ദാവനത്തിൽ വിഹരിക്കുന്നു എന്ന വിവരം ഗോപികമാർ രാധയോട് അറിയിച്ചു. എന്നാൽ കോപിതയായ രാധ വൃന്ദാവനം എന്ന മറ്റൊരു സ്വർഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇടത്തേക്ക് ഗമിച്ചു. എന്നാൽ കൃഷ്ണവിരജമാർ കഴിയുന്ന ഇടത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കാതിരിക്കുവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രിയതോഴനായ ശ്രീധാമാവ് അവിടെ നിൽക്കുന്നു. തന്നെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ അരുളിയ രാധാദേവിയെ പ്രവേശിപ്പിക്കാതെ നിന്നു ശ്രീധാമാവും. എന്നാൽ രാധ കോപിതയായി. ഈ വിവരം മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. കാര്യം മനസ്സിലാക്കിയ വിരജ യോഗസിദ്ധിയാൽ സ്വപ്രാണൻ വെടിഞ്ഞു. ഉടൻ അവൾ ഒരു നദിയായി ഒഴുകി. രാധയുടെയും ഗോപികമാരായ തോഴിമാരുടെയും കോപത്തിനു മുൻപിൽ ശ്രീധാമാവിന് വഴിമാറിക്കൊടുക്കേണ്ടതായി വന്നു. അങ്ങനെ അറയ്ക്കുള്ളിൽ പ്രവേശിച്ച് അവൾ അവിടെ കണ്ണനെയോ വിരജയോ കണ്ടില്ല. അങ്ങനെ നദിയായി തീർന്ന വിരജയിൽ നിന്നും 7 പുത്രന്മാർ പിറവികൊണ്ടു. അവരോരോരുത്തരും സപ്തസമുദ്രങ്ങളായി മാറി. അവർ യഥാക്രമം ലവണം, ഇക്ഷു, സുര, സർപ്പീസ്, ദധി, ദുഗ്മം, ശുദ്ധജലം എന്നിങ്ങനെയായി തീർന്നു. രാധയുടെ ഹൃദയമാകുന്ന ഇടമാകുന്നു വൃന്ദാവനം. അവിടെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കൃഷ്ണന്റെ പുല്ലാങ്കുഴൽ നാദം കേട്ടുകൊണ്ട് ഗോപികമാർ അവരുടെ സ്വഗ്രഹങ്ങളിൽ നിന്നും ഇറങ്ങി വന്ന് കണ്ണനുമായി നൃത്തമാടുന്നു. അതിൽ വൃന്ദാവനേശ്വരിക്ക് പ്രഥമ സ്ഥാനവും ഉണ്ടാകുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. രാധയുടെ ജീവിതത്തിൽ കാർമേഘം മൂടപ്പെടാനുള്ള ദിനമായി. അവൾ കണ്ണനെ പിരിയും കാലമായി. കംസവധത്തിനായി കൃഷ്ണൻ മധുരയ്ക്ക് പുറപ്പെടും മുൻപ് രാധയുമായി കണ്ടുമുട്ടി. രാധയെ തൻ്റെ കർത്തവ്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. വ്രജദേശവും ഈ കണ്ണനും രാധ നിന്റെ പേരിൽ മാത്രം അറിയപ്പെടുകയുള്ളൂ കൽപ്പാന്ത കാലത്തോളം എന്ന് കണ്ണൻ അരുളി. എന്നാൽ എന്തുണ്ടേലെന്ത്, എൻ്റെ കണ്ണനില്ലല്ലോ എൻ്റെ കൂടെ എന്ന ചിന്തയിൽ അവൾ മൗനിയായി നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും അശ്രുക്കൾ ധാരധാരയായി ഒഴുകി. ശരീരം കൊണ്ട് വേർപിരിഞ്ഞ അവർ മനസ്സുകൊണ്ട് എന്നും ഒരുമിച്ചിരുന്നു. കംസവധത്തിന് ശേഷം മധുരാധിപതിയായ കണ്ണൻ വിവാഹിതനുമായി. സുസന്തോഷം കഴിയുന്ന കാലത്ത് കണ്ണൻ്റെ സമീപത്തേക്ക് ഒരിക്കൽ സുഹൃത്തായ ഉദ്ധവർ ആഗതനായി. അദ്ദേഹം ആരാഞ്ഞു, നിന്റെ പ്രിയയായിരുന്നില്ലേ രാധ? നീ അവളെ കാണാൻ ഒരിക്കൽ പോലും പോയില്ലേ കണ്ണാ? നീ വൃന്ദാവനത്തിൽ വെച്ച് തന്നെ അവളെ ഉപേക്ഷിച്ചു അല്ലേ? എന്നാൽ കൃഷ്ണന്റെ ചുണ്ടുകൾ വിറച്ചു, കണ്ണുകൾ കലങ്ങി. കണ്ണൻ ആ മാറിലെ ഉത്തരീയം തെല്ലുമൊന്ന് നീക്കി ഉദ്ധവരോടായി പറഞ്ഞു, ഉദ്ധവരെ, അങ്ങ് ഇങ്ങോട്ടൊന്ന് നോക്കിയാലും. നിനക്കുള്ള മറുപടി ഇതാകുന്നു,
കണ്ണൻ്റെ മാറിൽ അത് യമുനാ തീരത്ത് അവൻ അവസാനമായി നൽകിയ പുല്ലാങ്കുഴലുമായി ഇരിക്കുന്നു രാധ. ആ ഹൃദയം നുറങ്ങുന്ന കാഴ്ചയിൽ ഉദ്ധവർ കണ്ണനെ നോക്കി. കണ്ണൻ പറഞ്ഞു, സതീർത്ഥ്യ, നീ എൻ്റെ മാറിൽ കണ്ടത് രാധ എന്നെക്കുറിച്ച് ഓർത്തപ്പോഴല്ല, എൻ്റെ മാറിൽ നിന്നും പൊഴിഞ്ഞ രക്തകണങ്ങളാകുന്നു. ഉദ്ധവർ ആരാഞ്ഞു, അങ്ങ് എന്തുകൊണ്ടാണ് രാധയെ വൃന്ദാവനത്തിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവന്നില്ല? എൻ്റേതായ ഒന്നിനെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരണം. ഉദ്ധവരെ, രാധ കണ്ണൻ്റേതാകുന്നു, എന്നും കണ്ണൻ്റെ ഹൃദയത്തിലുണ്ടാവുന്നു. ഉദ്ധവരെ, കണ്ണന് വേണ്ടി മാത്രം ജനിച്ചവളാകുന്നു രാധ. പരസ്പരം വേർപിരിഞ്ഞ് കഴിയേണ്ടി വന്നാലും കണ്ണനും രാധയും ഒന്ന് തന്നെയാകുന്നു, എന്നും എപ്പോഴും.